പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ മഹിമ കൂടെയുള്ളവർക്ക് വെളിപ്പെട്ട് കിട്ടിയ പർവ്വതത്തിൻ്റെ പേരാ താബോർ. അവൻ്റെ ഉള്ളിലെ പ്രതാപത്തോടെ പുറത്തു വന്നിടം. അവൻ്റെ ത്യാഗത്തിന് ലോകം സാക്ഷിയായത് മറ്റൊരു പർവ്വതത്തിലാണ്, കാൽവരി. ഏറ്റവും നിന്ദനീയമായൊരു സഹനമരണത്തിലൂടെ അവൻ കടന്നുപോയിടം. താബോറിൽ അവൻ്റെ മുഖഭാവം മാറുകയും വസ്ത്രം വെണ്മയോട് ശോഭിക്കുകയും ചെയ്തു. കാൽവരിയിൽ അവൻ്റെ മുഖം രക്തപങ്കിലമാകുന്നു. ശത്രുക്കൾ വസ്ത്രം ഭാഗിച്ചെടുക്കുന്ന അങ്കിക്ക് വേണ്ടി കുറിയിടുന്നു. മഹിമയുടെ മലയിൽ മോശയും ഏലിയായും മഹത്വത്തോട് അവൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നു. ത്യാഗമലയിൽ അവരില്ല, രണ്ട് കള്ളന്മാരാ സഹനത്തിന് കൂട്ടുചേരുന്നത്. താബോറിൽ ശോഭയേറിയ മേഘങ്ങളിൽ നിന്ന് ദൈവസ്വരമുണ്ടാകുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കാൽവരിയിൽ ഇരുണ്ടുപോയ മേഘങ്ങൾക്ക് മറയിൽ നിന്നും ഒരു ദൈവസ്വരവും കടന്നു വരുന്നില്ല. താബോറിൽ ക്രിസ്തുവിൻ്റെ മഹിമ കാണുവാൻ ഭാഗ്യമുണ്ടായിരുന്നത് 3 ശിഷ്യന്മാർക്കാണ്: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. പത്രോസ് കുരിശിനെ ഒഴിവാക്കിയുള്ള കിരീടത്തിന് വേണ്ടി വാദിച്ചവനാണ്. യോഹന്നാനും യാക്കോബും അധികാരയിരിപ്പിടങ്ങൾക്ക് വേണ്ടി അമ്മയെ വിട്ട് ശുപാർശ ചെയ്തവരാണ്. മൂവരും ഒരു നിമിഷം ക്രിസ്തുവിൻ്റെ മഹിമയിൽ അഭിരമിച്ച് നിന്നു പോകുന്നു. കൂടെയുള്ളവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പതിവ് പോലെ പത്രോസ് പറയുന്നുണ്ട്: ഗുരു, നാം എവിടെയായിരിക്കും നല്ലതാ, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ത്യാഗം ഒഴിവാക്കിയുള്ള വിജയകിരീടത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി അനുഗമിക്കുന്നവരൊക്കെ മഹിമയിൽ അന്ധരാകും. മഹത്വം വിട്ട് പുറത്തു പോകുവാൻ വിസമ്മതിക്കും. അവിടെ കൂടാരമടിച്ച് വസിക്കുവാൻ വാശി പിടിക്കും. എന്നാൽ ക്രിസ്തു അവിടെ കൂടാര സ്വപ്നങ്ങളെ തകർത്ത് മഹിമയുടെ മലയിറങ്ങുന്നു. മാനവരാശിക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച ത്യാഗത്തിൻ്റെ മലയിലേക്ക് പ്രവേശിക്കുവാൻ. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നിശ്ചയിച്ച ഒരാൾ അവൾ നൽകുന്ന മഹിമയിൽ മാത്രം മയങ്ങി നിന്നുകൂടാ. അനുവദിക്കുന്ന സഹനാനുഭവങ്ങളിലും വിശ്വസ്തരാകണം. ദൈവമേ, എൻ്റെ സമർപ്പണ വഴികളിൽ വന്നു ചേരാൻ ഇടയുള്ള മഹിമയുടെ പ്രലോഭനങ്ങൾ അതിജീവിച്ച് ത്യാഗത്തിന് ഉന്നതിയോളം തളരാതെ വന്നു ചേരാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇനി മുതൽ. ആമേൻ.